ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 4 വെള്ളിയാഴ്ച, ഒരു ആഴ്ചയുടെ അവസാന ദിവസമാണ്. മാത്രമല്ല, ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലൂടെ നമ്മൾ പോകുന്നത്. സോ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം നമുക്ക്. പ്രധാനമായിട്ടും ഇറാൻ ഇസ്രയേൽ വാറിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. മാർക്കറ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ എന്തായാലും വലിയൊരു കറക്ഷൻ വരും. നിഫ്റ്റിയിൽ ശരിക്കും പറഞ്ഞാൽ 20,500 ലെവലിൽ 20,500 ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ ബാക്കി വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഉക്രൈൻ വാറിൻ്റെ സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് ക്രാഷ് ആയത്. അതുപോലെ വീണ്ടും ഇറങ്ങി വരുമോ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്നൊക്കെ ശരിക്കും മാർക്കറ്റിൽ നല്ല നെഗറ്റീവ് മൂവ്മെൻ്റ് ഉണ്ടാവും. ആകെ ഫൈനൽ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട്, 25,000 നിഫ്റ്റി നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഇന്ന് ഓൾമോസ്റ്റ് അത് 25,000 ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ 25,000 മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മിഡിൽ ഈസ്റ്റ് വാർ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ വാറിൽ എന്തെങ്കിലും ഒരു ശമനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് വളരെ പെട്ടെന്ന് റിക്കവർ ആവുകയും ചെയ്യും. ഗ്രീൻ ക്യാൻഡിൽ 1-2 ദിവസം കൊണ്ട് ഇത് തിരിച്ച് കയറി വരികയും ചെയ്യും. സോ നമ്മൾ ആ തിരിച്ച് വരവ് ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുകയും വേണം. അത് മിസ്സായി പോകരുത് എന്നുള്ളതാണ്. കാരണം താഴെ പോയി എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റോക്കുകളൊക്കെ ആവറേജ് ചെയ്തിട്ട് കാത്തിരിക്കാൻ പറ്റും. പിന്നീട് തിരിച്ചു വരുന്ന സമയത്തേക്ക് നമുക്ക് നല്ല പ്രോഫിറ്റിൽ എൻട്രി പ്രൈസിൽ എത്തുമ്പോഴത്തേനും നല്ല പ്രോഫിറ്റിലെത്താൻ പറ്റും. മറ്റൊരു കാര്യം, നവംബർ 20 മുതൽ മാർക്കറ്റിൽ വലിയ വലിയ ചേഞ്ചുകൾ വരികയാണ്. സെബിയുടെ പുതിയ നിയമമാണ്. സോ പുതിയ ഓപ്ഷൻസിൻ്റെ കോൺട്രാക്റ്റ് പ്രകാരം നിഫ്റ്റി ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 25 ക്വാണ്ടിറ്റിയാണ്. അത് മോസ്റ്റ് പ്രോബബ്ലി 60 ക്വാണ്ടിറ്റി ആവാനുള്ള സാധ്യത, 2.5 ഇരട്ടിയോളം ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി അതേപോലെ 40 ക്വാണ്ടിറ്റിയോളം എത്തും എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഓരോ സംഭവങ്ങളും അതിൻ്റെ ക്വാണ്ടിറ്റി ലോട്ട് സൈസ് വർദ്ധിക്കുകയാണ്. ദെൻ ആഴ്ചയിൽ ഒരു എക്സ്ചേഞ്ചിൽ ഒരു വീക്കിലി എക്സ്പയറി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പം എന്താ പറയുക, BSE സെൻസെക്സ് ആണ് ഇപ്പോൾ BSE വീക്കിലി എക്സ്പയറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ബാങ്ക് എക്സും സെൻസെക്സ് 50 എന്നൊരു ഓപ്ഷൻ ഉണ്ട് BSEയിൽ. അത് രണ്ടും അവർ മന്ത്ലി ആക്കി മാറ്റി കഴിഞ്ഞു. അത് നവംബർ 14 മുതൽ 20 ഇടയിലാണ് ഇത് എഫക്റ്റീവ് ആകുന്നത്. ഇപ്പോഴൊക്കെ അത് ഉള്ളതുപോലെ തന്നെ ഓടും. പക്ഷേ നവംബർ 14-20 ഇടയിൽ ഈ ചേഞ്ച് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ NSEയിൽ നിഫ്റ്റി ആയിരിക്കും മിക്കവാറും അവർ വീക്കിലി എക്സ്പയറിക്ക് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം തന്നെ മന്ത്ലി എക്സ്പയറി ആയി മാറാൻ സാധ്യതയുണ്ട്. ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ബജാജ് ഫിനാൻസ്, ആരതി ട്രക്സ്, ശില്പ മെഡിക്കെയർ, CSE, ഓല ഇലക്ട്രിക് ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ്. ഗോൾഡിൻ്റെ റേറ്റ് $2,657 അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $73.76 വർദ്ധിച്ചു. ഇന്നലെ $70 ഉണ്ടായി, 70.9 ഉണ്ടായതാണ്. ഇന്ന് 73.76 USD INR റേറ്റ് അതിൻ്റെ വേസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. 84 രൂപയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 84 എത്തിയപ്പോൾ അത് തിരിച്ച് 83 അടുത്ത് വരെ വന്നിരുന്നു. വീണ്ടും സ്ലിപ്പായിട്ട് ഇപ്പോൾ 83 രൂപ 97 പൈസയാണ് ഒരു $1 വിനിമയ നിരക്ക്. സരോദ പറഞ്ഞിരിക്കുന്നു ചാർജസ് ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ നവംബർ 20 ശേഷം തീരുമാനം എടുക്കും. കാരണം അത് ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളുടെ വരുമാനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ചാർജ് വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സരോദയുടെ കാര്യത്തിൽ തീരുമാനം. അതുപോലെ ഏഞ്ചൽ 1 ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ട്. ദെൻ AI കമ്പനികൾ കടുത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത്. AI കമ്പനികൾ എന്ന് അതിനകത്ത് ഗൂഗിളുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, മെറ്റയുടെ AI ഉണ്ട്, ഓപ്പൺ AI ഉണ്ട്. അതേപോലെ ഇമേജ് ഗ്രാഫിക്കൽ പ്രോസസ്സിങ്ങിന് ഒരുപാട് AI, അതായത് ഒരുപാട് കമ്പനികളുണ്ട്. വീഡിയോ പ്രോസസ്സിങ് കമ്പനീസ് ഉണ്ട്. ഇതെല്ലാം AIയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ കടുത്ത മത്സരമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് ജോബുകളുണ്ടല്ലോ, നമ്മുടെ ഫോട്ടോഗ്രാഫി, അതേപോലെ എന്താ പറയുക, വീഡിയോ ക്രിയേഷൻ, ആഡ് ഫിലിംസ് ക്രിയേഷൻ, വോയിസ് നരേഷൻ ഉണ്ടാക്കാം, മ്യൂസിക്, ഷോർട്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കമ്പോസ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അത് ഇനിയൊരു ജോലി സാധ്യത ഇല്ലാത്തൊരു മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി, വീഡിയോ മേഖല ഇപ്പം ഒരു എന്താ പറയുക, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മേഖലയിലൊന്നും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം
ഒന്ന് ആൾക്കാർ കാശ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത്, കസ്റ്റമേഴ്സ് കാശ് പേ ചെയ്യാൻ, വലിയ എമൗണ്ട് പേ ചെയ്യാൻ തയ്യാറല്ല. രണ്ടാമത്തേത്, ഒരുപാട് ഷൂട്ടിങ്ങിനുള്ള സാധ്യതകൾ ഒരുപാട് വർദ്ധിച്ചപ്പോൾ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോബായിട്ട് ഈ ക്രിയേറ്റീവ് മേഖല മാറിയിട്ടുണ്ട്. ക്രിയേറ്റീവിൽ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള ഫോട്ടോഗ്രാഫി, വീഡിയോ, ആഡ് ഫിലിംസ്, സൗണ്ട്, വോയിസ് നരേഷൻ കൊടുക്കുന്ന പരിപാടികളൊക്കെയാണ്. ഇതുകൂടാതെ മറ്റ് ക്രിയേറ്റീവായ ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ ആ മേഖലയൊക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല. അപ്പോൾ ഈ മേഖലയിലൊക്കെ വൻ ജോലി നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. മണി കൺട്രോളിലാണ് ഇതിൻ്റെ ഡാറ്റ വായിക്കാൻ പറ്റിയത്. ദെൻ ഈ AI-യുടെ വരവോടുകൂടി മനുഷ്യന് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന ഒരു സംഭവം ഇല്ലാതായിരിക്കുകയാണ്. അതായത് ഗൂഗിൾ മാപ്പ് വന്ന സമയത്ത്, നിങ്ങൾക്കറിയായിരിക്കും, ഗൂഗിൾ മാപ്പ് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ഇത് കൊണ്ടുപോയി കിണറ്റിച്ചടിക്കും, പുഴയിച്ചടിക്കുന്നു, അങ്ങനെ കുറേ കേസുകളുണ്ടായിരുന്നു നമ്മളെ കേരളത്തിൽ വന്നപ്പോൾ. പിന്നീട് എല്ലാവരും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷം ആരും കിണറ്റിലും കുളത്തിലൊന്നും ചാടുന്നില്ല എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഗൂഗിൾ മാപ്പാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ വഴി പോകണമെന്ന്. പക്ഷേ ഒരു മൊമെൻറ്റിൽ ഗൂഗിൾ മാപ്പ് പണി നിർത്തി കഴിഞ്ഞാൽ നമ്മളാകെ വെപ്രാളപ്പെട്ടു, നമുക്ക് എങ്ങനെ അവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥ വരും. ഇനി അടുത്തത് വരാൻ പോകുന്നത് AI-യുടെ കടന്നുകയറ്റത്തോടെ നമുക്ക് ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ഓർമ്മിച്ചിരിക്കില്ല, നമ്മൾ AI-യോട് പെട്ടെന്ന് ചോദിക്കും. അപ്പം ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് പോലെ ഒരു AI സിസ്റ്റം വരുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും തന്നെ ഓർമ്മിച്ച് വയ്ക്കേണ്ടതില്ല, ഒന്നും തന്നെ നമുക്ക് ക്രിയേറ്റീവായിട്ട്, അതായത് 5 4 കൂട്ടിയാൽ 9 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് അസിസ്റ്റൻറ്റിനോട് ചോദിക്കുമ്പോൾ കിട്ടും. ഇതിലും വരുന്ന ഒരു വലിയ ഭീകരമായ ഒരു അപകടമുണ്ട്. കാരണം ഇപ്പോൾ AI കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഫ്രീ ആയിട്ട് വരുന്നതുകൊണ്ടാണെങ്കിൽ നമ്മളെ അതിനൊരു അഡിക്ഷൻ ഉണ്ട്. അഡിക്ഷനിലേക്ക് വന്ന് ആൾക്കാരൊക്കെ അത് ഉപയോഗിച്ച് അതില്ലാതെ, അതായത് മൊബൈൽ ഫോൺ വന്ന കാലത്ത് ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് ആൾക്കാരൊക്കെ ഒഴിവാക്കി മാറിപ്പോയ സംഭവം ഇപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അതേപോലെ ഓരോ കാര്യം AI ഏറ്റവും വലിയ രീതിയിൽ ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് മാറാൻ പോവാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ, അതായത് AI ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളൊക്കെ AI വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു. അവർക്കതില്ലാതെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ക്യാൻവയൊക്കെ നമ്മൾ വന്ന കാലത്ത് ഓർക്കുന്നുണ്ടാവും, അതൊക്കെ ഫ്രീ ആയിരുന്നു, പിന്നീട് അത് പെയ്ഡായി. പക്ഷെ പെയ്ഡായപ്പോൾ ആരും ഇട്ടെറിഞ്ഞ് പോയില്ല, എല്ലാവരും പേയ്മെൻറ്റ് കൊടുത്തത് എടുത്തു. AI ഇപ്പോൾ ഉള്ള ChatGPT ആദ്യം അത് ഫ്രീ ആയിരുന്നു, പിന്നീട് അവർ പെയ്ഡായി, ആരും പോയില്ല, എല്ലാവരും പൈസ കൊടുത്തിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഡാവിഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ക്രിയേറ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ ചാർജ് ചെയ്യുന്ന കമ്പനീസാണ്. എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്, ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾ. അതായത് നമുക്കൊരു കൺസെപ്റ്റ് കൊടുത്തിട്ട് ഒരു ചിത്രമാക്കി മാറ്റണമെങ്കിൽ അതിൽ സാധിക്കും. വീഡിയോ, സൗണ്ട്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അത് കണ്ടിന്യൂസ്ലി ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവില്ല എന്നൊരു സിറ്റുവേഷൻ വരും. ആ സമയത്തേക്ക് ഇവർ അത് ഏറ്റവും എക്സ്പെൻസീവായ ഒരു സർവീസാക്കി മാറ്റും. നമുക്ക് കിട്ടുന്ന ബിസിനസ്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ ജീവിച്ച് ഉണ്ടാക്കുന്ന കാശിൻ്റെ 3/4 ഭാഗവും നമ്മൾ ഈ AI-ക്ക് കൊടുക്കേണ്ടി വരും. ആ AI ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും നമുക്ക് വരും. അതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും ക്രൂരമായ ഒരു മാർക്കറ്റിംഗ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ഓടിച്ചെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കണം, US മാർക്കറ്റ് ചോരപ്പുഴ ഒഴുകയാണ്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി 2 സെക്ടറുകളും ക്ലിയർലി റെഡാണ്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിക്കി പച്ചയാണ്, ഹാങ്സങ്, ഷങ്കായ് കമ്പോസ്, ചൈനയുടെ അതെല്ലാം പച്ചയാണ്, STI ഗ്രീനാണ്, കോസ്പി ഗ്രീനാണ്, എല്ലാം ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 25,796 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,452 344 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,250 അവിടെ നിന്ന് വീണ്ടും 344 345 545 പോയിന്റിൻ്റെ ഇടിവാണ് ഈ ഒറ്റ ദിവസം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 545 പോയിന്റ് 2.5% അടുത്തായി. ഒരു ദിവസം ഇത്രയധികം വീഴുക എന്നുള്ളത് വെരി ഡേഞ്ചറസ്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇൻട്രാഡേയിൽ, അതായത് ലൈവ് മാർക്കറ്റിൽ ഈ ഇടിവ് വരികയാണെങ്കിൽ അതിനകത്ത് കാശ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരുമ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണ് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുക. റിറ്റെയിലേഴ്സ് അത് കൈപൊള്ളും എന്നുള്ളത് സത്യമാണ്. ഇന്നലെ തന്നെ ഇത്ര നല്ല മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടും അത് പ്രോഫിറ്റ് ആക്കി മാറ്റാൻ പറ്റാത്ത ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു.
അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. ചില സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ ആവില്ല. അത് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് വീണ്ടും കയറി പോകുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ HSBC സർവീസസ് PMI, ഇന്ത്യ HSBC കമ്പോസിറ്റ് PMI, ഫ്രാൻസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, UK S&P ഗ്ലോബൽ കൺസ്ട്രക്ഷൻ PMI, ഇന്ത്യ ബാങ്ക് ലോൺ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഡിപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, USA അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, കാനഡ IV PMI. ഇത്രയും ഈ ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് വരാനുള്ളത്. ഈ ഡാറ്റകളേക്കാൾ കൂടുതൽ നമുക്ക് പ്രശ്നം വരിക ഈ വാറിൻ്റെ ന്യൂസുകളാണ്. ആ വാറിൻ്റെ ന്യൂസ് വരുന്നതിനനുസരിച്ച് നമ്മളുടെ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനി ടോളിൻസ് ടയേഴ്സ് മാത്രമാണ്, ഒറ്റ കമ്പനി മാത്രമേ ഇന്നുള്ളൂ. F&O ബാനിൽ വന്നിരിക്കുന്നത് ബന്ധൻ ബാങ്ക്, ബി-സോഫ്റ്റ്, ഗ്രാനൂൾസ്, ഹിന്ദ് കോപ്പർ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,243 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,913 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. 2,329 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ ഒറ്റ ദിവസം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാസത്തിൽ, ഒക്ടോബർ മാസത്തിൽ ഇന്ന് 3 ദിവസമായിട്ടുള്ള ട്രേഡിങ്ങിൽ 20,822 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,523 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. 2 കോടി ടോട്ടൽ നോക്കുമ്പോൾ 3,299 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഈ 3 ദിവസം കൊണ്ട് നടന്നിരിക്കുന്നത്. ഇന്നലത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,453 ഓപ്പണായി 202 പോയിന്റ് നഷ്ടത്തിൽ 25,250 ക്ലോസ് ചെയ്തു. ദെൻ 5 ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 622 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. ഈ മാസത്തിൽ 538 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ നോർമൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചടുത്തുള്ള ഒരു CPR ആയിരുന്നു. അത് ഇന്നലെ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ന് നോർമൽ CPR ആണ്. നോക്കാം, പ്രൈസ് ആക്ഷനെ CPR ക്രോസ് ചെയ്യാൻ തിരിച്ച് കയറി വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇന്ത്യ വിക്സ് 13.17 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പുട്ട് കോൾ റേഷ്യോ 0.74 ആണ്. അപ്പോൾ 0.74 എന്ന് പറഞ്ഞാൽ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നത് 25,500 36 ലക്ഷമാണ്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 33,25,000 ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ 469 പോയിന്റിന് നഷ്ടമുണ്ടായി. ഫിൻ നിഫ്റ്റിയിൽ 333 പോയിന്റ്, സെൻസെക്സിൽ 504 പോയിന്റ്, അതേപോലെ മിഡ് ക്യാപ്പിൽ 141 പോയിന്റിൻ്റെ നഷ്ടം ഇന്നലെ രേഖപ്പെടുത്തി. അപ്പോൾ മൊത്തത്തിലുള്ള ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഇതാണ്, കണ്ടില്ലേ, ഈ ഒരു ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് അതുണ്ടായിരിക്കുന്നത് 4,000 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ്. അതേപോലെ ഇനി നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 4 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 1000 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം, കാരണം നല്ല രീതിയിൽ താഴോട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ 5,000 പോയിന്റോളം ഉണ്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അത് എന്തായാലും ഒരു ദിവസത്തിൽ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യും എന്നത് ഉറപ്പാണ്. കാരണം ഇതിൻ്റെ ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രാവശ്യം തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് അത് ഇറങ്ങി വരും എന്നുള്ളത് സത്യമാണ്. അതുപോലെ നമ്മളുടെ നിഫ്റ്റിയുടെ ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ടാർഗറ്റ് കിട്ടിയിരുന്നു. പക്ഷേ 26,500 ഞാൻ പ്രതീക്ഷിച്ചത്. 500 കിട്ടിയില്ല. കറക്റ്റ് എത്രയാണോ ആ പ്രൊജക്റ്റഡ് ടെക്നിക്കലി കാൽക്കുലേറ്റഡ് വാല്യൂ 26,292 അത് കറക്റ്റായി തന്നിട്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അത് ട്രെൻഡ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരുന്നു മുകളിലോട്ട് പോകാനുള്ള, അതും ബ്രേക്ക് ചെയ്തു. നമ്മൾ നേരത്തെ ട്രയാങ്കുലറിൻ്റെ എഡ്ജും കട്ട് ചെയ്തിട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി തിരിച്ച് കയറി വരുമോ എന്ന് നോക്കാം. ഈ ചാനലിലേക്ക് തിരിച്ച് വരുന്നത് വരെയും മാർക്കറ്റിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് വലിയൊരു സേഫ് ആയിരിക്കില്ല. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല, കാരണം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെയൊന്നും ആയിരിക്കില്ല നടക്കുക.
നമുക്ക് ഇന്നലത്തെ എക്സ്പയറി തന്നെ നോക്കിയാൽ ഇത് കണ്ടില്ലേ, ഇന്നലെ എക്സ്പയറി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ട്രേഡിംഗ് പ്രതീക്ഷിച്ചെങ്കിലും യെസ്റ്റർഡേ പ്രതീക്ഷിച്ച ലോ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. സോ ഇവിടെ ഈ ഒരു ഇത് കണ്ടില്ലേ, CPRന്റെ അടുത്തേക്ക് പോലും മാർക്കറ്റ് വന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ച് മുകളിലോട്ട് കയറി വരുന്നൊരു സ്വഭാവമുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ഇന്നത് സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. സെൻസെക്സിൻ്റെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ എന്ന് പറയുന്നത് 83,045 ഡേ ലോ 81,940 949. ഇനി ഒരു ഹയസ്റ്റ് ഒരു സപ്പോർട്ട് കിട്ടാനുള്ളത് പ്രീവിയസ് ഡേ ലോയിലാണ്. ഇന്ന് 82,434 487 എന്ന ഈ ഒരു സോണിൽ മാർക്കറ്റിന് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ദെൻ മുകളിലോട്ട് മാർക്കറ്റ് കയറി വരികയാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത് സെൻട്രൽ CPR മുതൽ അതായത് 82,894 മുതൽ 83,150 വരെയുള്ള ഏകദേശം ഒരു 200 പോയിന്റിൻ്റെ അടുത്തുള്ള ഒരു സോണാണ് നോ ട്രേഡ് സോണായിട്ട് ഇന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കാനോ പ്രതീക്ഷിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ കോപ്പി ട്രേഡിങ്ങിൻ്റെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കോപ്പി ട്രേഡിങ്ങിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്യാം. ഇന്ന് പറ്റുമെങ്കിൽ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് ഈ ആഴ്ചത്തെ പറഞ്ഞാൽ 1-ാം തീയതി മാർക്കറ്റ് വർക്കിംഗ് ആയിരുന്നു, 2-ാം തീയതി മാർക്കറ്റ് അവധി, ഇന്നലെ ഒരു ദിവസം ഉണ്ടായിരുന്നു 3-ാം തീയതി, ഇനി ഇന്നത്തെ അങ്ങനെ 3 ദിവസത്തെ ഒരു പെർഫോമൻസ് ഞാൻ അത് ഇനി അങ്ങോട്ട് വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മോസ്റ്റ് പ്രോബ്ലി ഞാൻ ഇന്നോ നാളെയോ ആയിട്ട് അത് ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ. ഈ വാരാന്ത്യം ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും വീക്കെൻഡുകൾ ആഘോഷമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാനസികമായ ഉല്ലാസം കണ്ടെത്താൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും വേണം, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.